ഇന്ന് നമ്മൾ പച്ചമോരുണ്ടാക്കാനുള്ള ഇതാണ്. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത്, ചെറിയ കഷ്ണം മതി. പിന്നെ ചെറിയ ഉള്ളി, ഒരു 2 പച്ചമുളക്. പച്ചമുളകൊക്കെ അവരവരുടെ ആവശ്യത്തിന് എരിവെന്ന് നോക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു കണക്കായിട്ടൊന്നും, അവരവരുടെ ഇഷ്ടമനുസരിച്ച് എരിവ് ചേർക്കാം. അപ്പം ഞാനൊരു 2 പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ അതിന് വേണ്ടത് കറിവേപ്പില 2 തണ്ട്. അപ്പോൾ ഇതിൽ ഇഞ്ചി നമുക്കൊന്ന് ഇപ്പോൾ ഇടിച്ചെടുക്കാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയായിട്ടൊന്ന് ക്രഷ് ചെയ്യുകയാണ് ഈ പിച്ചാത്തിയുടെ മുമ്പ് വെച്ച്. ഇതെല്ലാം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി. രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഒന്ന് തിരുമിയിട്ടിടാമെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് നമ്മുടെ മോരിൻ്റെ അകത്തെ ഇറങ്ങിപ്പോകും. പിന്നെ വേണ്ടത് ഉപ്പ്. അതിപ്പോൾ ഞാനിപ്പോൾ ആവശ്യത്തിന് ശകലം ഉപ്പിടുവാണ്. നമുക്ക് തൈര്, ഇവിടെ ഇതുപോലെ നല്ല തൈര് കിട്ടും, പുളിയില്ലാത്തത്. നമുക്ക് നമ്മുടെ ആൽദിയിൽ ഇതുപോലത്തെ പക്കറ്റ് ചെറിയ എത്രയാണ് 1 ലിറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു, അത് കിട്ടും. അത് നമുക്ക് ആവശ്യാനുസരണം എടുത്താൽ മതി. എനിക്ക് തോന്നുന്നു ഇതിന് കുറച്ചുകൂടെ ഡേറ്റും ഉണ്ട്. നമുക്ക് അങ്ങനെ ഫ്രിഡ്ജിലോട്ട് മാറ്റാമെങ്കിൽ അത് അവിടെ ഇരുന്നു. എന്നിട്ട് ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ആദ്യം ഒന്ന്, എന്നിട്ട് കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഉള്ള സൗകര്യത്തിനാണ് ഞാനിങ്ങനെ വാവട്ടമുള്ള പാത്രം എടുത്തത്. അല്ലെങ്കിൽ
അപ്പോൾ നമ്മുടെ മോരും വെള്ളം, ശരിക്കും പറഞ്ഞാൽ നാടൻ മോരും വെള്ളം അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് റെഡിയാണ്. ഇനി ഉപ്പൂടൊന്ന് നോക്കണം. അപ്പോൾ റെഡിയാണ്. ഇനി സെർവ് ചെയ്താൽ മതി. ബട്ടർ മിൽക്കും തോരൻ, ബീൻസ് തോരനും മോരും പച്ചമോരും കൂടെ കൂട്ടി ഇപ്പോൾ കഴിക്കാൻ പോവുകയാണ്. അയ്യോ, സൂപ്പർ. ബട്ടർ മിൽക്കും തോരൻ, ബീൻസ് തോരനും മോരും പച്ചമോരും കൂടെ കൂട്ടി ഇപ്പോൾ കഴിക്കാൻ പോവുകയാണ്. അയ്യോ, സൂപ്പർ.